ഹായ് ഫ്രണ്ട്സ്, മലബാറുകാരുടെ പ്രിയ വിഭവമായ കല്ലുമ്മക്കായൻ്റെ ഒരു റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കല്ലുമ്മക്കായ പെപ്പർ റോസ്റ്റ് ആണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതിനു മുന്നേ ഞങ്ങൾ കല്ലുമ്മക്കായനെ കൊണ്ട് ഉണ്ടാക്കിയതെന്ന് പറയുന്നത് മലബാർ സ്പെഷ്യൽ കല്ലുമ്മക്കായ കറിയായിരുന്നു. അതിന് നിങ്ങൾ തന്ന റെസ്പോൺസ് വളരെ വലുതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായി എന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഇന്നത്തെ റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. നമുക്കിനി കല്ലുമ്മക്കായ പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ക്ലീൻ ചെയ്ത് വെച്ച കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കിട്ടിയ ആ വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മളിതാണ് കുക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. ഈ കല്ലുമ്മക്കായ എങ്ങനെയാണ് നന്നാക്കി എടുക്കുക എന്നുള്ളതും അതിൻ്റെ ആ വെള്ളം എങ്ങനെ എടുക്കുക എന്നുള്ളതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതിന് മുന്നത്തെ ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കല്ലുമ്മക്കായ മസാലക്കറിൻ്റെ വീഡിയോ. അതിൻ്റെ ലിങ്ക് ഞാനിവിടെ ഐക്കാർഡായിട്ടും കൊടുക്കുക, ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുക. നിങ്ങളത് കണ്ടു നോക്കണേ. പിന്നെ അതിനകത്തേക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു 2 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, നീളത്തിലരിഞ്ഞതാണ്. ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്ത് വെച്ചത്, പിന്നെ അതുപോലെ ഒരു 2 പച്ചമുളക്, തക്കാളി, കറിവേപ്പില. ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടത്. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടിയിലാണ് ഇത് ഉണ്ടാക്കുന്നത് കേട്ടോ. ചട്ടിയോ ചീനച്ചട്ടിയോ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതാകുമ്പോൾ കുറച്ചും കൂടെ തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ചട്ടി എടുത്തിരുന്നത്. നമ്മൾ ചട്ടി ഇവിടെ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. നമുക്ക് വെളിച്ചെണ്ണ ചൂടായി അതിനകത്തേക്ക് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴന്ന് വരുന്നവരെ വഴറ്റിയെടുക്കണം കേട്ടോ. ഒരു റെഡിഷ് ബ്രൗൺ കളർ ആവുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണേ. അപ്പോൾ ഇതൊന്ന് പെട്ടെന്ന് വഴന്ന് കിട്ടാൻ ഞാൻ ഒരു ഇത്തിരി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് വേണം കേട്ടോ വഴറ്റിയെടുക്കാൻ. വല്ലാതെ ചൂടിലിട്ടാൽ കരിഞ്ഞു പോകും. നമ്മളെ കല്ലുമ്മക്കായൻ്റെ അളവിനനുസരിച്ച് നമുക്ക് സവാളയുടെ എണ്ണം കൂട്ടാം കേട്ടോ. ഞാനിവിടെ 2 സവാളയാണ്, ഒരു മീഡിയം സവാള 2 എണ്ണമാണ് എടുത്തിട്ടുള്ളത്. കൂടുതൽ കല്ലുമ്മക്കായ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു 3-4 സവാള എടുക്കാം. ഇപ്പോൾ നമ്മുടെ സവാളയൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഒരു 3-4 മിനിറ്റ് നേരം വെച്ചിട്ട് വേണം കേട്ടോ ഇങ്ങനെ വഴറ്റിയെടുക്കാൻ. പെട്ടെന്ന് തന്നെ ആക്കരുത്. ഇത്രയും വഴന്നതിന് ശേഷം അതിനകത്തേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. പേസ്റ്റ് ആക്കണ്ട, ക്രഷ് ചെയ്തെടുത്താൽ മതി. പിന്നെ പച്ചമുളക് ആഡ് ചെയ്യുക, കറിവേപ്പിലയെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പം എല്ലാം ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെക്കാം കേട്ടോ. 1 മിനിറ്റ് നേരത്തേക്ക് അടച്ച് വെച്ചാൽ മതിയാ. 1 മിനിറ്റായി നമുക്കിത് മൂടിയെടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് നമ്മുടെ പേരിലുള്ള പോലത്തെ ഇൻഗ്രീഡിയൻറ്റ്, അതായത് കല്ലുമ്മക്കായ പെപ്പർ റോസ്റ്റ് ആയിരുന്നു. നമ്മളിവിടെ പച്ചമുളക് 2 എടുത്തിട്ടുണ്ട്. വേറെ മുളക് പൊടിയൊന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഇടുന്നത് പെപ്പർ പൗഡറാണ്. അപ്പോൾ ഒരു പെപ്പർ പൗഡർ ഞാനിവിടെ ഒരു 1.5 സ്പൂൺ പെപ്പർ പൗഡർ ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ അതിനകത്തേക്ക് ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. പിന്നെ അതിനകത്തേക്ക് വേണ്ടത് ഒരു 3/4 സ്പൂൺ ഗരം മസാലയാണ്. ഇത്രയിട്ട് നമുക്കിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇതിൻ്റെ വാട്ടർ കണ്ടൻ്റൊക്കെ നല്ലോണം കുറഞ്ഞു വരുന്നുണ്ട്. ഈ ടൈമിൽ നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. അടി പിടിച്ചോ അല്ലെങ്കിൽ അപ്പം നന്നായി അടിയൊക്കെ നല്ലോണം ഇളക്കിയതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് തക്കാളി ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അടിയിൽ പിടിച്ച് തുടങ്ങുന്നുണ്ട് കേട്ടോ ഈ സമയത്ത്. ചട്ടിയിലാവുകൊണ്ട് ഫ്രൈങ് പാനിലാണ് ഈ പ്രശ്നം വരില്ല. പക്ഷെ ചട്ടിയിലാവുമ്പോഴേ കുറച്ചും കൂടി ഒന്ന് കുറുകി കിട്ടാം. അതാണ് ഞാൻ ചട്ടി തന്നെ എടുത്തത്. അധികം പിടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിത്തിരി വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്ത് വെക്കാം. ഇപ്പം നമ്മുടെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കല്ലുമ്മക്കായ ഇട്ട് കൊടുക്കാം.
നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കല്ലുമ്മക്കായയും മസാലയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കല്ലുമ്മക്കായയും മസാലയും നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട്. ഈ ടൈമിൽ നമ്മൾ ഇതിനകത്ത് നേരത്തെ ഉപ്പ് കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. 1.5 സ്പൂൺ കുരുമുളക് പൊടിയായിരുന്നു ആഡ് ചെയ്തതിന് ഒരു 1/4 സ്പൂണും കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ മതി. എരിവ് അധികം പറ്റാത്തവർ ഇത്ര ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. നന്നായി ഒന്നുകൂടെ മിക്സ് ചെയ്ത് മസാലയും കുരുമുളകും ഒക്കെ ശരിക്കും കല്ലുമ്മക്കായയിൽ പിടിക്കണം. ഇനി നമ്മൾ ഇത് ശരിക്കും വേവിച്ചെടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ കല്ലുമ്മക്കായ നന്നാക്കുമ്പോൾ കിട്ടിയ വെള്ളം ഉണ്ടല്ലോ, അതാണ് ഇതിനകത്തേക്ക് ഒഴിക്കുന്നത്. അല്ലാതെ വേറെ വെള്ളമൊന്നും ഒഴിച്ചാൽ അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടില്ല. ഈ വെള്ളം ഒഴിച്ചാൽ ഈ കറിക്ക് ഗ്രേവിക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. കല്ലുമ്മക്കായയുടെ ആ ഒരു ടേസ്റ്റ് വരണമെങ്കിൽ ഈ ഗ്രേവി തന്നെ ഈ ഒരു വെള്ളം തന്നെ ഒഴിക്കണം. നന്നായി ഇളക്കി കൊടുക്കാം. പിന്നെ നമ്മളിതൊന്ന് വേവിക്കാൻ പോവാണ്, അടച്ചു വെച്ച് വേവിക്കാൻ പോവാണ്. ഈ ടൈമിൽ ഉപ്പോ എരിവോ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ നമുക്ക് ഈ ടൈമിൽ നോക്കിയിട്ട് കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമ്മളിതൊന്ന് ഒരു 3-4 മിനിറ്റ് നേരം അടച്ചു വെച്ച് വേവിക്കുകയാണ് കേട്ടോ. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് വേണം വേവിക്കാൻ. ഒരുപാട് സിമ്മിലും ആവരുത്, ഒരുപാട് ഹൈ ഫ്ലെയിമിലും ആവരുത്. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒരു 4-5 മിനിറ്റ് നേരം നമ്മളൊന്ന് വേവിച്ചെടുക്കാൻ പോവാണ്. ഇപ്പോൾ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ഗ്രേവിയൊക്കെ അടി പിടിച്ചോ നോക്കട്ടെ. ഇത്രയും ഗ്രേവി ഉള്ളതുകൊണ്ട് അടി പിടിക്കാൻ ചാൻസ് വളരെ കുറവാണ്. അപ്പോൾ ഇത് കല്ലുമ്മക്കായ വെന്തിട്ടില്ല. വേവണ വരെ നമ്മൾ അടച്ചു വെച്ച് തന്നെ വേവിച്ചെടുക്കാം കേട്ടോ. മീഡിയം ഫ്ലെയിമിൽ തന്നെ ഇട്ടാൽ മതി. കുറയ്ക്കോ കൂട്ടോ ചെയ്യേണ്ട. മീഡിയം ഫ്ലെയിമിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഏകദേശം ഒരു 10-15 മിനിറ്റ് നേരം നമ്മളിത് വേവിച്ചു. നന്നായി കുക്ക് ചെയ്തു. ഇനി നമ്മളിതിൻ്റെ മൂടിയൊന്ന് മാറ്റി നോക്കുകയാണ്. നല്ല സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ആ പെപ്പർ റോസ്റ്റിൻ്റെ സ്മെല്ല് ഇങ്ങോട്ട് അടിക്കുന്നുണ്ട്. ഇനി നമുക്കിത് ഓഫ് ചെയ്യാം. ഇനി നിങ്ങൾക്ക് ഗ്രേവി കുറച്ച് മതി എന്നുണ്ടെങ്കിൽ ഇത് ഒന്നും കൂടെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ ഗ്രേവി ഒന്ന് വറ്റിച്ചെടുക്കാം. അതല്ല നമ്മൾ ചപ്പാത്തിക്കോ അല്ലെങ്കിൽ ചോറിനൊക്കെ കൂട്ടിയിട്ടാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ ഗ്രേവി തന്നെ നിന്നോട്ടെ, നമുക്കത് ആവശ്യം ഉണ്ടാവുമല്ലോ. അതല്ല സൈഡ് ഡിഷായിട്ട് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗ്രേവി കുറയ്ക്കാം. അതിന് വേണ്ടി നിങ്ങൾ ഹൈ ഫ്ലെയിമിൽ ഒരു 5 മിനിറ്റും കൂടി ഇട്ടാൽ ഇതിൻ്റെ ഗ്രേവി കുറഞ്ഞു വരും. ഞങ്ങളിപ്പോൾ ഇത് ചപ്പാത്തിക്ക് ചോറിനൊക്കെ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ഈ ഗ്രേവിയിൽ തന്നെ ഇത് ഓഫ് ചെയ്യാൻ പോകും. പിന്നെ ഒന്നാമത് ചട്ടിയിലാവുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒന്ന് തിക്കായിരിക്കും, ഗ്രേവി ഒന്ന് കുറഞ്ഞു വരും. കുറച്ച് നേരത്തിനുള്ളത് തണുക്കുന്നതിനനുസരിച്ച് ഇതിൻ്റെ ഗ്രേവി ഒന്ന് കുറഞ്ഞു വരും. അപ്പോൾ ഇത്രയും ആയി കഴിഞ്ഞാൽ നമ്മളിത് തീ ഓഫ് ചെയ്യാണ്. തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിനകത്തേക്ക് ഒരു പിടി മല്ലീൻ്റെ ഇല, അതുപോലെ തന്നെ ഒരു പിടി കറിവേപ്പിൻ്റെ ഇല, ഇത്രയിട്ട് നന്നായി ഒന്നും കൂടെ ഇളക്കി കൊടുക്കാം. നമ്മൾ ഇതിനകത്തേക്ക് ലാസ്റ്റായിട്ട് ഒരു പൊടിക്ക് വെളിച്ചെണ്ണയും കൂടി ഒന്ന് തൂവി കൊടുക്കണേ. വറവൊന്നും ഇടുന്നില്ല, അതിന് പകരം ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഒന്ന് തൂവി ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കല്ലുമ്മക്കായ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. കല്ലുമ്മക്കായ എടുത്തിട്ടുണ്ട്. നമ്മൾ ആ റോസ്റ്റിലൊന്ന് നന്നായിട്ട് ഡിപ്പ് ചെയ്തതിന് ശേഷം ടേസ്റ്റ് ചെയ്യണം, എന്നാലും അതിൻ്റെ ടേസ്റ്റ് ശരിക്കും കിട്ടുള്ളൂ. പൊളിച്ചു. തീർച്ചയായും ഇനി കല്ലുമ്മക്കായ കിട്ടുമ്പോൾ ഇതുപോലെ പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കി നോക്കണം കേട്ടോ. കല്ലുമ്മക്കായ പെപ്പർ റോസ്റ്റ് ഇഷ്ടമായോ എല്ലാവർക്കും? ചോറിനും ചപ്പാത്തിക്കും പൊറാട്ടയ്ക്കൊക്കെ അടിപൊളിയായ ഒരു കറിയാണ്. കറി ഗ്രേവി ആയിട്ടും എടുക്കാം, നമുക്ക് അല്ലാതെ തിക്കായിട്ട് വേണേൽ അങ്ങനെ എടുക്കാം, സൈഡ് ഡിഷ് ആയിട്ടും എടുക്കാം കേട്ടോ. തീർച്ചയായിട്ടും ഇനി കല്ലുമ്മക്കായ കിട്ടുമ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് എത്തിക്കാൻ വേണ്ടി വീഡിയോ ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതുപോലെയുള്ള നല്ല വീഡിയോസിനായി ഡെലീഷ്യസ് ഡെസ്റ്റിനീസ് എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു നല്ല വീഡിയോ വരുന്നവരേക്കും ബൈ.